വിവിധ ലോകരാജ്യങ്ങളിലെ സിറിയൻ എംബസികളിൽ തഹ്രീർ അൽ ഷാം പ്രഖ്യാപിച്ച പതാക ഉയർത്തി. റഷ്യ, സൗദി അറേബ്യ, ഗ്രീസ്, ഇസ്താംബുൾ എന്നിവിടങ്ങളിലെ സിറിയൻ എംബസികളിലാണ് പുതിയ പതാക ഉയർത്തിയത്. കൂടാതെ സിറിയ സ്വതന്ത്രമായി എന്ന് നയതന്ത്ര പ്രതിനിധികൾ പ്രഖ്യാപിച്ചു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ എന്താണ്? വീണ, തീർച്ചയായും സിറിയയുടെ ഭരണമാറ്റം ഉണ്ടായതോടുകൂടി, അതായത് ബഷാർ അൽ അസദിനെ പുറത്താക്കിയതോടുകൂടി പുതിയ പതാകയുടെ ഒരു പ്രഖ്യാപനം, അതായത് ഈ ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടന തങ്ങളുടെ പുതിയ പതാകയായി പ്രഖ്യാപിച്ചിരുന്നു. ആ പതാകയായി പ്രഖ്യാപിച്ച പുതിയ പതാകയാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിലെയും സൗദി അറേബ്യയിലെയും ഗ്രീസിലെയും ടർക്കിയിലെയും എല്ലാം തന്നെയുള്ള ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എംബസികളിൽ ഉയർത്തിയത്. എംബസികളിൽ ഈ കൊടി ഉയർത്തിയതിനു ശേഷം ഈ രാജ്യങ്ങളെല്ലാം തന്നെ സിറിയ സ്വതന്ത്രമായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. അടിസ്ഥാനപരമായ ചിഹ്നങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ള ബഷാർ അൽ അസദിന്റെ ഭരണത്തെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് ലോകത്തോട് പറയുക എന്നൊരു നീക്കം തന്നെയാണ് ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ പതാക തീരുമാനിച്ചതിന് ശേഷം ഡമാസ്കസ് ഉൾപ്പെടെ പിടിച്ചടക്കിയതിന് ശേഷമാണ് ബഷാർ അൽ അസദ് മോസ്കോയിലേക്ക് പലായനം ചെയ്തത്. എടുത്തു പറയേണ്ടത്, മോസ്കോയിലെ എംബസിയിലും ഇത്തരത്തിലൊരു പതാക ഉയർത്തിയിരിക്കുന്നു എന്നതാണ്. അത് തന്നെ കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അതിനിടെയാണ് മോസ്കോയിലെത്തിയ സിറിയയിലെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ രാഷ്ട്രീയ അഭയം നൽകുന്നതിനുള്ള തീരുമാനം ഔദ്യോഗികമായി റഷ്യ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഔദ്യോഗികമായി റഷ്യ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന അതേ വേളയിൽ തന്നെ, അല്ലെങ്കിൽ ഏതാണ്ട് ആ സമയത്ത് തന്നെ പതാക ഉയർത്തുകയും ചെയ്തു എന്നതിൽ ഒരു രാഷ്ട്രീയ സന്ദേശവും HTS മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരിയായി സർ.